ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളികളുടെ ഏകീകൃത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 6 ടൗൺ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കായംകുളം ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SBI ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ചെയർമാൻ ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചദിന ബാങ്കിംഗ് നടപ്പാക്കാത്ത കേന്ദ്ര സർക്കാരിന്റെയും IBAയുടെയും നിലപാടിനെതിരെ ബാങ്കിംഗ് മേഖലയിലെ മുഴുവൻ തൊഴിലാളികളും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ജില്ലയിലെ 6 ടൗൺ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. UFBU കായംകുളം ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം SBI ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ചെയർമാൻ ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയുണ്ട്. അവർക്കാർക്കും ഈ 5 ഡേ ബാങ്കിങ് കാര്യം അവർക്ക് സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും അവർ ബാങ്കിൽ കയറിയപ്പോൾ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ഹോളിഡേ ആണ്. ഇത് എങ്ങനെ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പൂർവികർ, അതായത് നമ്മളുടെ സീനിയേഴ്സായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ, അവരുടെ പരിശ്രമത്താലാണ് നമുക്ക് ഈ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും നമുക്ക് അവധിയായി ഗവൺമെൻറ്, അതായത് ഇപ്പം നേരത്തെ അരുൺ സാർ സംസാരിച്ചതുപോലെ 10ാം ഉദയകക്ഷി കരാറിൽ 2015 10ാം ഉദയകക്ഷി കരാറിലാണ് അതുവരെ ഉച്ചവരെ വർക്ക് ചെയ്തിരുന്നത്. അതായത് ശനിയാഴ്ച നമുക്ക് ഉച്ചവരെ ആയിരുന്നു വർക്കിംഗ് അവർ. അത് മാറ്റി സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും പ്രഖ്യാപിച്ചു. അപ്പം നമ്മളുടെ UFBയുടെ നിരന്തര ആവശ്യം 5 ഡേ വർക്കിംഗ് വേണം എന്നായിരുന്നു. പകരം സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ആക്കിക്കൊണ്ട് ഫോർത്തും ഫിഫ്ത്തും, അതായത് തേർഡും ഫിഫ്ത്തും വർക്കിംഗ്, ഹാഫ് ഡേ അല്ല ഫുൾ ഡേ വർക്കിംഗ്. അങ്ങനെ ആയിരുന്നു 10ാം ഉദയകക്ഷി കരാറിൽ നമ്മൾ ഒപ്പുവെച്ചത്. അതിനുശേഷം അടുത്ത 11ാം ഉദയകക്ഷി കരാറിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഈ ഒരു ആവശ്യം 2020 ബൈപാർട്ടേറ്റ് സെറ്റിൽമെൻറ്റിൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ രാജ്യമെമ്പാടെ കോവിഡ് മഹാമാരി കാരണം ആ ഒരു ആവശ്യം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ട് ഒരു നടപടി നമുക്ക് കിട്ടിയില്ല. പിന്നെ പോരാത്തതിന് 2012 ഈ 2022 തൊട്ട് 2020 കഴിഞ്ഞ് 2022 തൊട്ട് നിരന്തരം യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ, അതായത് 9 സംഘടനകൾ, നേരത്തെ പറഞ്ഞതുപോലെ 9 സംഘടനകൾ. കാര്യം ആ 9 സംഘടനകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നിച്ച് നിന്നാലേ നമുക്ക് നമ്മളുടെ ഓരോ ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മിനിസ്റ്ററിയിലല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഗവൺമെൻറ് മുന്നോട്ട് വന്നതിന് ശേഷം മിനിസ്ട്രിയിലല്ല ഒരു കാര്യങ്ങളും തീരുമാനമാക്കപ്പെടുന്നത്. ഈവൻ നമ്മുടെ നോട്ട് നിരോധനം തന്നെ നമുക്കറിയാം. അതെല്ലാം ഈ പറയുന്ന കണക്ക് PMO ഓഫീസാണ് ഇതിനകത്ത് തീരുമാനമെടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഒരു പൊളിറ്റിക്കൽ ഡിസിഷന് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ആ പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇതിനകത്ത് ഉണ്ടാകേണ്ടത്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ആ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇതിനകത്ത് വരേണ്ട. 5 ഡേ ബാങ്കിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെ തൊഴിലാളികൾക്കുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കിന് കോൾ കൊടുക്കുക, സ്ട്രൈക്കിന് പോകുക എന്നുള്ളതാണ്. SBI ഓഫീസർ അസോസിയേഷൻ റീജിയണൽ സെക്രട്ടറി അരുൺ MP, മാവേലിക്കര റീജിയൻ സെക്രട്ടറി R ഉണ്ണികൃഷ്ണപിള്ള, AKBEF ആലപ്പുഴ ജില്ലാ വൈസ് ചെയർമാൻ അജി R നൈനാൻ, ഭാരവാഹികളായ അജയ് കൃഷ്ണൻ, ബിനു B, രാജ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.